കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. എളുപ്പത്തിൽ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹൗ ടു ഗെറ്റ് പ്രഗ്നൻറ്റ് ഫാസ്റ്റ് എല്ലാവരും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞതുകൊണ്ട് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ സമയം കുറവാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ടിട്ടാണെങ്കിലും കേൾക്കാവുന്നതാണ്. പക്ഷെ നിങ്ങളത് കേൾക്കണം കേട്ടോ. ഒരുപാട് പേർക്ക് എഫക്റ്റീവ് ആവുന്നുണ്ട് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുന്നത് കൊണ്ട്. ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ പോലുള്ളവയല്ല. ഫെർട്ടിലിറ്റി എക്സസൈസിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി, അതായത് ഒരു അമ്മയാകാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അമ്മയാക്കാനായിട്ടുള്ള പുരുഷന്റെ കഴിവിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീയുടെ കഴിവിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നുദ്ദേശിച്ചിട്ടുള്ളവയാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഫോർ എക്സാമ്പിൾ ബട്ടർഫ്ലൈ പോസ്, ലെഗ് അപ്പ് ദ വാൾ പോസ്, കോബ്ര പോസ്, റിക്ലൈൻഡ് ബൗണ്ട് ആംഗിൾ പോസ്, ഇങ്ങനെ ഒരുപാട് മലാസന, ഇങ്ങനെ ഒരുപാട് എക്സസൈസുകൾ നമ്മുടെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ എടുത്തതിന് ശേഷം അതിലെ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. പ്ലേലിസ്റ്റിൽ നമ്മുടെ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്നുള്ളൊരു കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സസൈസുകളുടെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറയാനായിട്ട് പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഫ്രോഗ് പോസ് ആണ്. ഫ്രോഗ് പോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും, തവള ഇരിക്കുന്നത് പോലുള്ളൊരു പോസ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തവളച്ചാട്ടം ചാടിയിട്ടുള്ളവരല്ലേ. അപ്പോൾ തവള ഇരിക്കുന്ന ഒരു പോസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെ ആ ഒരു കാൽപാദം നിലതുപോലെ അങ്ങോട്ട് കുത്തി നിലത്ത് നിർത്തിയതിന് ശേഷം നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലുള്ള ഒരു പോസിൽ നമ്മൾ ഒരു തവള ഇരിക്കുന്ന ആ ഒരു ഷേപ്പ് ഏകദേശം നമുക്ക് അറിയാവുന്നത് പോലുള്ള ഒരു ഷേപ്പിൽ നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്നു. ഈ ഒരു ഫ്രോഗ് പോസ് മനസ്സിലാവാത്തവർക്ക് ഞാനതിൻ്റെ ഇമേജ് തമ്മിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ ഫ്രോഗ് പോസ് ചെയ്യുന്നത് വഴി നിങ്ങൾ ആ പോസ് ചെയ്യുന്നത് ഒന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കുക. ആ ഒരു പോസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മുടെ പെൽവിക്കിന്റെ ഭാഗം ഒന്ന് ഓപ്പൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ശരിക്കും കിട്ടും. കാരണം നമ്മുടെ രണ്ട് കാലുകളും ആ ഒരു തുടയുടെ ഭാഗമൊക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പെൽവിക്കിന്റെ ഭാഗം ഒന്ന് ഓപ്പൺ ആവുന്നു. ഈ പെൽവിക്കിന്റെ ഭാഗം കൂടുതലായിട്ട് ഓപ്പൺ ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുതൽ ഇൻക്രീസ് ആകുന്നു. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറി, നമ്മുടെ യൂട്രസ്, നമ്മുടെ സെർവിക്സ് ഇവയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. ഓവുലേഷൻ നടക്കുന്ന സമയത്തിന് മുൻപോടിയായിട്ട് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുകയും ഓവറീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ തന്മൂലം നിങ്ങളിൽ ക്വാളിറ്റിയുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അത് സഹായിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള രക്തയോട്ടം കൂടുന്നത് വഴി ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും സ്കാറോ അല്ലെങ്കിൽ ബ്ലോക്കേജോ ചെറിയ ചെറിയ ബ്ലോക്കേജ് ഒക്കെ വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഈ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നത് സഹായിക്കുന്നു. മൂന്നാമതായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ യൂട്രസിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യൂട്രസിൽ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കൺ ആകുന്നതിന് വേണ്ടിയിട്ട്, കാരണം എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചാണ് നമ്മുടെ കുഞ്ഞു വളരുന്നത്. കുഞ്ഞിന്റെ ഒരു ബെഡ് എന്ന് പറയുന്നത് എൻഡോമെട്രിയമാണ്, എൻഡോമെട്രിയൽ ലൈനിങ് ആണ്. ഈ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനും അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിനും ഇത് സഹായിക്കുന്നു, ഈ ഒരു രക്തയോട്ടം കൂടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെർവിക്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സെർവിക്സിന്റെ ആ ഒരു സെർവിക്കൽ മ്യൂക്കസ് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ ഒരു നല്ലൊരു എൻവയോൺമെന്റ് നമ്മുടെ ശരീരത്തിൽ ആ നേരത്തെ വന്നെത്തുന്ന സ്പേമിനെ ഉണ്ടാക്കി കൊടുക്കുന്നതിനും അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നമ്മുടെ വജൈനൽ ഏരിയയിലോട്ട് എത്തുന്നതും വജൈനയിൽ മറ്റുള്ള ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ ഏകദേശം. അപ്പോൾ ഈ ഒരു എക്സസൈസ് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പീരിയഡ്സ് ആകുന്ന സമയത്ത് ആർക്കും തന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരിക്കലും അങ്ങനെ വൈഡായിട്ടൊന്നും ഇരിക്കാനായിട്ട് നമുക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് പറ്റില്ലല്ലോ. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓക്കെ, അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അവർ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി തന്നെയും ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ കൂടുതലായിട്ടും പീരിയഡ്സിന്റെ ഒരു ബ്ലീഡിങ് നിന്നതിന് ശേഷം
ഒരു തേർഡ് ഡേയോ അല്ലെങ്കിൽ ഫോർത്ത് ഡേയോ നിങ്ങൾക്ക് ബ്ലീഡിങ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മുതൽ പീരീഡ് ബ്ലീഡിങ് നിൽക്കുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസിൽ നിൽക്കാവുന്നതാണ്. നിങ്ങൾ എത്രത്തോളം കംഫർട്ടബിൾ ആണോ അത്രത്തോളം സമയം നിങ്ങൾക്ക് ഈ ഒരു പോസിൽ നിൽക്കാവുന്നതാണ്. അതിന് കൂടുതലായിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട. നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അരമണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് കാലിന് ആ ഭാഗത്തൊക്കെ വേദന ഉണ്ടാകും. കാരണം നമ്മൾ അത്രയും കാലം അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ വരുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു സ്ട്രെച്ചിങ് നമ്മുടെ കാലിന് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇടുക്ക് ഭാഗത്തൊക്കെ, അതായത് തുടയുടെ ആ ഒരു ഇടുക്ക് ഭാഗത്തൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരിക്കലും ആ ഒരു സ്ട്രെച്ചിങ് പ്രോസസ്സ് അറ്റ് എ ടൈം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഒരിക്കലും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റോ ഒന്നും നിങ്ങൾ ചെയ്യരുത്. ആദ്യം തന്നെ നിങ്ങൾ ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോഴേക്കും 5 മിനിറ്റ് മാത്രം ചെയ്ത് നിർത്തുക. അതിനുശേഷം നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ വേറൊരു സമയത്ത് നിങ്ങൾ പിന്നെയും ചെയ്യുക. അതിനുശേഷം ഗ്രാജുവലി നിങ്ങൾ ആ ഒരു എക്സസൈസ് ചെയ്യുന്നതിന്റെ ടൈം ഒന്ന് കൂട്ടി കൊണ്ടുവരിക. ഇത് നിങ്ങളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഏകദേശം നിങ്ങൾ ആ ഒരു ചെയ്യുന്ന സമയത്ത് ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ബ്രീത്തിനെയും കൂടി നല്ലതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് ബ്രീത്ത് ഇൻ അങ്ങോട്ട് ചെയ്യുമ്പോഴേക്കും ഓക്സിജൻ നമ്മളുടെ ശരീരത്തിലോട്ട് കൂടുതലായിട്ട് എത്തും. അതുപോലെ തന്നെ നമ്മൾ സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും ഓക്സിജൻ നമ്മളുടെ ശരീരത്തിൽ നല്ലതുപോലെ എഫക്റ്റീവായിട്ട് എത്തുന്നതിനും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇത്രയധികം ബെനഫിറ്റ്സ് നിങ്ങളുടെ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ഇത് തരുന്നത് പോലെ തന്നെ നിങ്ങളുടെ സെക്ഷൽ പെർഫോമൻസ് ഒന്ന് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. സെക്ഷൽ പെർഫോമൻസ് ആണ് ഏതൊരു ഹാപ്പി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിൾസിന്റെയും ആ ഒരു മുൻപോട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ഈ ഒരു സെക്ഷൽ പെർഫോമൻസിനും ഒരു റോളുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ സെക്ഷലി ആക്റ്റീവ് ആകുന്നത് ഒരു ഫാക്ടറാണെന്ന് നമുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാൻ കഴിയില്ലെങ്കിലും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് സെക്ഷൽ പെർഫോമൻസിനും ഒരു റോളുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യണമെങ്കിൽ, ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നു എന്ന് പറയാതെ ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പരസ്പരം പങ്കിടണമെങ്കിൽ അവിടെ ആ ഒരു പെർഫോമൻസിൽ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. പലരും പറയുന്നുണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ചേച്ചി, എനിക്ക് താല്പര്യം വരുന്നില്ല, ആ ഒരു പ്രോസസ്സിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ടോ എന്തോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്കാണെങ്കിൽ കൂടി തന്നെയും ഒരുപാട് പ്രഷറുകൾ അവർക്ക് വരുമ്പോഴേക്കും ഇന്നൊരു എക്സാക്ട് ദിവസം ഡോക്ടർ പറയുമ്പോഴേക്കും ആ ഒരു ദിവസത്തിൽ തന്നെ എന്ന് ഈ സമയം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ആ ഒരു താല്പര്യവും നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ സ്നേഹവും എല്ലാം കൃത്യമായിട്ട് കൂടിക്കലർന്ന് വന്നാൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് അങ്ങോട്ട് ഹെൽത്തി ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സെക്ഷൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഒന്ന് സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പുരുഷന്മാരാണെങ്കിലും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു എക്സസൈസ് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത് സ്ത്രീകൾക്കാണ് എന്നേ ഉള്ളൂ. പക്ഷെ പുരുഷന്മാർക്കാണെങ്കിലും ഇത് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.